ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ ഹസൻ ഖാൻ എടുത്തേക്ക്. ഹസൻ ഖാൻ, നമ്മൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും ഓഫർ 2025 ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 2025 ഫസ്റ്റ് വീഡിയോ ആണ്. മാക്സിമം ഒരു ഓഫർ കൊടുക്കും. മാക്സിമം ഓഫർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ കാര്യങ്ങളൊന്നും പറയണ്ട. എന്തായാലും ഹസൻ ഖാന്റെ ഓഫർ മാമാങ്കാണ് വരുന്നത്. 2017 മോഡലുള്ള 2 ആൾട്ടോ വരുന്നുണ്ട്. 2020, 2030. അതേപോലെ തന്നെ 2016, 2017 കിഡ് വരുന്നത് 2,10,000. 2,10,000. ഇനി അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ 2010 ആണ്. 2010 ഇങ്ങനെ തരാൻ പോകുന്നത് 1,05,000 രൂപയ്ക്ക്. ഇനി റിഡ്സ് നോക്കുകയാണെങ്കിൽ 2010, 2011 റിഡ്സ് ഇങ്ങനെ തരാൻ പോകുന്നത് വെറും 1,60,000 രൂപയ്ക്ക്. ഇനി അതേപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി, ഒരു സൺറൂഫ് ഒക്കെ ഉള്ള ഫുൾ ഓപ്ഷൻ വണ്ടി ഹാസ്റ്റ് ആണ് വരുന്നത്. I10 2010 അല്ലേ? 2010 ആണ്. പക്ഷെ 2030 വരെ പേപ്പർ പുതിയത് എടുത്ത വണ്ടി നിങ്ങൾക്ക് എടുത്തു കൊടുക്കും. അല്ല, ഫുള്ള് കണ്ടീഷൻ ആക്കി വെച്ചിട്ടുണ്ടല്ലേ? 2030 വരെ പേപ്പർ ഉണ്ടാവും. 2 ലക്ഷം രൂപക്കാണ് തരാൻ പോകുന്നത്. ഹസൻ ഖാൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കാരണം ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലേ? മാക്സിമം ഹസൻ ഖാന്റെ വീഡിയോ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നല്ല ഓഫർ പ്രൈസിന് വണ്ടി മാക്സിമം വില കുറച്ചിട്ട്. ഒരു സ്പെഷ്യൽ ഓഫർ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ഓഫർ ഈ വീഡിയോയിലുണ്ട്. ഓരോ വണ്ടിക്ക് പെട്രോൾ ആണെങ്കിൽ 30 ലിറ്റർ, ഡീസൽ ആണെങ്കിൽ 30 ലിറ്റർ. ഓരോ വണ്ടിക്കും, എല്ലാ വണ്ടിക്കും, ഇവിടെ എടുക്കുന്ന എല്ലാ വണ്ടികൾക്കും ഇതുവരെ കിട്ടാത്തൊരു ഓഫർ ആട്ടോ ഈ മാസം. 2025 ഫസ്റ്റ് വീഡിയോ തന്നെ എത്ര 30 ലിറ്റർ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഇവിടുന്ന് വണ്ടി എടുത്ത് പോവുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പമ്പ് കയറാം. 30 ലിറ്റർ പെട്രോളിന്റെ പൈസ വരും. ഓക്കെ. ഇനി അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരിയാണ്. കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരി, കോഴിക്കോട് മലപ്പുറം പറയല്ലേ? കോഴിക്കോട് മലപ്പുറത്തിന്റെ ബോർഡറിലാണ് ഈ കാക്കഞ്ചേരി വരുന്നത്. കാക്കഞ്ചേരി പള്ളിക്കൽ ബസാറിൽ അല്ലാമീൻ യൂസർ കാറിലാണുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുന്നത് നമ്മളെല്ലാ വീടുകളിലും എല്ലാവരോടും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യുക. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ കുറഞ്ഞ വണ്ടിയാണെങ്കിൽ കൂടിയ വണ്ടിയാവും. കാരണം നമ്മൾ ഉപയോഗിച്ച വണ്ടിയല്ല, വേറെ കസ്റ്റമർ വന്ന് കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ആളെ കൊടുന്ന് ചെക്ക് ചെയ്യുക, എന്നും ചെയ്യാം. അപ്പൊ നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ തന്നെ വണ്ടി എടുക്കുക. അപ്പൊ നേരെ വീഡിയോയിലൊക്കെ പോകും. ഈ ഒരു 800 ഏതാ മോഡൽ വരുന്നത്? 2012 MPF 2012 MPF സ്റ്റാൻഡേർഡ് ആണ്. ഓണർഷിപ്പ് 3 ആണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയല്ലേ? നല്ല വൃത്തിയിലാണ്. നമുക്ക് 1,500 കൊടുക്കാം. 1,500 കൊടുക്കാം. 2012 ആൾട്ടോ 800 MPF സാധാ 800 MPF 1,500 കൊടുക്കാം. ഈ ഒരു ആൾട്ടോ നമ്മൾ ഇത് 2010 LXi. 2010 LXi. പുതിയ പേപ്പർ എടുത്താണോ? പുതിയ പേപ്പർ എടുത്തിട്ടില്ല. 8ാം മാസമാണ്. 8ാം മാസമാണ് പേപ്പർ. ഓക്കെ. ഓണർഷിപ്പ് 2. കിലോമീറ്റർ 1,3 ഓടിയുണ്ട്. 1,3 റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 1,500 കൊടുക്കാം. 1,05,000 രൂപ കൊടുക്കാം. പിന്നെ 2010 AC ഈക്കോ ഉണ്ട്. 2010 AC ഈക്കോ. കാരണം ഈക്കോ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചെടുക്കുന്ന വണ്ടിയാണ്. 2010 AC ഈക്കോ എത്ര വയ്ക്കുന്നത്? 10-11 റേസർ ആവുകൊണ്ട് 26 പേപ്പർ വരുന്നത്. 1,25 കൊടുക്കാം. 1,25 കൊടുക്കാം. ഓക്കെ. ചെറിയൊരു പൈസക്ക് ഒരു ഈക്കോ AC. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇവിടെ ഒരു കിഡ് വരുന്നുണ്ട്. കിഡ് ഏതാ മോഡൽ വരുന്നത്? 2016-17 റേസർ. 2016, 2017 രജിസ്ട്രേഷൻ. ഓൺഷിപ്പ് ആണത്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ ആണ്. രണ്ടാമത്തെ ഓണർ. കിലോമീറ്റർ 1.5 പുറത്തോടിയുണ്ട്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് പ്രൈസ് എത്ര? 2,500 കൊടുക്കാം. ഫുൾ ലോൺ 2,500 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ആൾട്ടോ 800 ഇത് 2017 LXi. 2017 LXi. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് 2,15 കൊടുക്കാം. 2,15 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2,15 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത്. ഓക്കെ. ഈ ഒരു ആൾട്ടോ അത് 17 സിംഗിൾ ഓണർ ആണ്. 2017 സിംഗിൾ ഓണർ ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ എത്ര? 2,30. 2,30 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 2,30 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? സ്വിഫ്റ്റ് 2013 വീഡിയോ. 2013 ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1,4 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ നമുക്ക് 3,35 കൊടുക്കാം. 3,35,000 രൂപയ്ക്ക് 2013 സ്വിഫ്റ്റ് തരാൻ പോകുന്നത്. 3 ലക്ഷം ലോണും ചെയ്തു. 3 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ആൾട്ടോ 800 അത് 2018 LXi സിംഗിൾ ഓണർ. LXi സിംഗിൾ ഓണർ. കിലോമീറ്റർ 68,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 2,60. 2,60,000. ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഓക്കെ. ഈ ഒരു കിട്ടോ? അത് 16 മോഡൽ. 2016 മോഡൽ. ഏതാ? RST അല്ലേ വരുന്നത്? RST ഓപ്ഷണൽ. ഓണർഷിപ്പ് 3 ആണ്. കിലോമീറ്റർ 63 കിലോമീറ്റർ. റീപ്ലേസ് എന്താ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,25 കൊടുക്കാം. 2,25 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇയോണോ? അത് 2014 ആണ്. 2014 ഇയോണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇറാ പ്ലസ് ആണ്. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 80ന്റെ അടുത്ത് ഓടി. 80,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത് 1,85,000. 1,85,000. 2014. ഓക്കെ, ഇത് നമ്മൾ വരുന്നത് 17 സിംഗിൾ ഓണർ വണ്ടിയാണ്. 2017 സിംഗിൾ ഓണർ. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് ഇറ പ്ലസ് ആണ് വരുന്നത്. 2017 ആണ് വരുന്നത്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ടയർ ഉണ്ടല്ലേ? ടയർ കടുമ്പത്തൻ ടയറാണ്. അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൈസ് എങ്ങനെ വരുന്നത് ലാസ്റ്റ്? നമുക്ക് 2,500 കൊടുക്കാം. 2,500. 2017 വണ്ടി ആവശ്യക്കാർക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും. 2017 ഇയോൺ തരാൻ 2,05,000 രൂപയ്ക്ക്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഇയോൺ ഏതാ? 2013 മാഗ്ന പ്ലസ്. 2013 മാഗ്ന പ്ലസ്. സെക്കൻഡ് ഓണർഷിപ്പ്. 96,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1,60,000 കൊടുക്കാം. 1,60,000. 2016 അല്ലേ? 16 അല്ല 13. 2013 മാഗ്ന പ്ലസ്. 1,60,000. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം ഏതാ? 2019 ഐറ്റം ഗ്രാൻഡ്. 2010 ഐറ്റം ഗ്രാൻഡ് അല്ലേ? ഓണർഷിപ്പ് പറയുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 91,000 കിലോമീറ്റർ ഓടി. കമ്പനി സർവീസ്. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്കൊരു 3,70,000 കൊടുക്കാം. 3,70,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെലരിയോ അല്ലേ? ഇത് സെലാരിയോ 15 ZXi ഓട്ടോമാറ്റിക്. 2015 ZXi ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ. ഒന്നുമില്ല. പുതിയ സിറ്റിയോർ കാര്യമൊക്കെ ചെയ്തോണ്ട്. ഓക്കെ, അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ്. ഒരു എവറേജ് ടയറും വരുന്നുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 3,75 കൊടുക്കാം. 3,70,000. 3,500 വരെയൊക്കെ ഫൈനാൻസും ചെയ്തു. ഓക്കെ, ഒരു 40,000 ഒരു 20,000 ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം ഏതാ? 2015 സ്പോർട്സ് സിംഗിൾ ഓണർ. 2015 സ്പോർട്സ് സിംഗിൾ ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 3,60,000 കൊടുക്കാം. 3,60,000 കൊടുക്കാം. എത്ര ലോൺ കയറും? 3,000 അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10,000 വണ്ടി കൊടുത്ത് നടക്കാം. ഓക്കെ, ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 12 വീഡിയോയി. 2012 ഡീസലാണ് വരുന്നത്. ഡീസലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 93,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഡിക്കി ഗ്ലാസ് മാറിയുണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രം ഡിക്കിന്റെ ഗ്ലാസ് മാത്രം. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് 3,25. 3,25 കൊടുക്കാം. 2012 ഡീസൽ 3,25 കൊടുക്കാം. ഓക്കെ, ഈ റിഡ്സ് ഏതാ വരുന്നത്? ഇത് 2012 മോഡൽ 13 രജിസ്ട്രേഷൻ ആണ്. ഡീസൽ. 2012-13 രജിസ്ട്രേഷൻ ഡീസൽ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,28 ഓടി. 1,28. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇത് 2,65. 2,60,000. ഓക്കെ, ഞാൻ അതേപോലെ നെക്സ്റ്റ് മൈക്ര. മൈക്ര 2016 40,000 കിലോമീറ്റർ ഓടി. 2016 40,000 കിലോമീറ്റർ. ആക്റ്റീവ് പെട്രോൾ. കേരള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 2,70,000 കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 2,70,000 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ വരുന്നത്? അത് 2019 ഡീസലാ. 2019 ഡീസൽ. ഓണർഷിപ്പ് സിംഗിള്. കിലോമീറ്റർ 50. കറക്റ്റ് ഷോറൂം സർവീസ്. ഹിസ്റ്ററി ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 7,30. 7,30,000. എത്ര ലോൺ കയറും? ഒരു 6,15 6,5 വരെ ചെയ്ത് കൊടുക്കാം. 6,15 വരെ. അതായത് ഒരു 19,000 വണ്ടി സുഖമായിട്ട് ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ, 2019 വെറും 50,000 കിലോമീറ്റർ ഓടിച്ച ഡീസൽ വണ്ടി. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്ന ഏതാണ്? 2016 ഹോണ്ട സിറ്റി ഡീസൽ. ഡീസലാണ്. ഒറിജിനൽ കേരള വണ്ടി. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. 2016 അല്ലേ പറഞ്ഞത്? ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,8 ഓടി. ഷോറൂം സർവീസ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 6,55 കൊടുക്കാം. 6,55,000. എത്ര ലോൺ കയറും? 6,15 വരെ ലോൺ ചെയ്തു. ഓക്കെ, അതൊരു ചെറിയ 40,000-50,000 ചെയ്യാം. ഓക്കെ, ഈ ഒരു ഐറ്റം 2015 സ്പോർട്സ്. 2015 സ്പോർട്സ് പെട്രോൾ അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 2. കിലോമീറ്ററോ? 78,000 കിലോമീറ്റർ. 78,000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 4,500 കൊടുക്കാം. 4,50,000. ഏതാ മോള് പറഞ്ഞേ? 2015 i20 സ്പോർട്സ് അല്ലേ? സ്പോർട്സ് പെട്രോൾ 4,50,000 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഐറ്റം 2015 സ്പോർട്സ് തന്നെ. 2015 സ്പോർട്സ് പെട്രോൾ അല്ലേ? പെട്രോൾ. ഓണർഷിപ്പ് പറയുന്നത്? ഓണർഷിപ്പ് 3 ഓണറായി. 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 86,000 കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ 3,90 കൊടുക്കാം. 3,90. 2015 വണ്ടി 3,90. 3,90. 2015 3,90 ഫുൾ ലോണും കിട്ടും. ഓക്കെ, ഈ ഒരു ഐറ്റം 2015 ആസ്റ്റ ഡീസൽ. 2015 ആസ്റ്റ ഡീസൽ ആണ് വരുന്നത്. 32 ഓടി. ഷോറൂം സർവീസ് ഉണ്ട്. കിലോമീറ്റർ ഒക്കെ പക്ക. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഡീസലാണ്. ഇത് 4,40 കൊടുക്കാൻ പറ്റും. 4,40. 2015 ആസ്റ്റ ഡീസൽ 4,40,000. ഏകദേശം ഒരു 4,4 അടുത്ത് ലോൺ. 4,4 ലോൺ കയറും. ഓക്കെ, ഈ ഒരു ഐറ്റം ഇപ്പൊ ഒരുപാടുണ്ടല്ലോ. i20 4 ഉണ്ട്. ഇത് 2016 സിംഗിൾ ഓണർ ആസ്റ്റ പെട്രോൾ. 2016 ആസ്റ്റ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ? പെട്രോൾ. കിലോമീറ്റർ
72,000 ഓടി. 72,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനാൻസ് എത്ര? നമുക്ക് 5,10. 5,10 കൊടുക്കാം. എത്ര ലോൺ കയറും? 4,4 ലോൺ കയറും. 4,4 വരെ ലോൺ കയറും. ഓക്കെ. ഈ ഒരു ബലോന ഏതാ മോഡൽ വരുന്നത്? ബലോന 18 ഡെൽറ്റ സിംഗിൾ ഓണർ, അഡീഷണൽ അലവിലും കാര്യമൊക്കെ ചെയ്ത വണ്ടിയാണ്. 2018 ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ അല്ലേ? അതെ, ഡീസൽ. കിലോമീറ്റർ 1,13 ഓടി ഷോറൂം സർവീസ്. ഒന്നുമില്ല, സിംഗിൾ ഓണർ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 6,10 കൊടുക്കാം. 6,10,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 5,500 to 5,4 പോളോ ഏതാ മോഡൽ വരുന്നത്? ഈ പോളോ 2015 GT. ഇതാണ് നിങ്ങൾ അന്ന് ചോദിച്ചത്, കൊടുത്തു പറഞ്ഞല്ലേ? ഡീസൽ അല്ലേ വരുന്നത്? ഡീസലാണ്, GT ആണ് വരുന്നത്. ഓണർഷിപ്പ് പറയുന്നത്? ഓണർഷിപ്പ് 3 ആണ്. 1,37 ഓടിയുണ്ട്. 1,37 ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, കറക്റ്റ് സർവീസിലാണ്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 4,70 കൊടുക്കാം. 4,70,000 കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 4,000 അടുത്ത് ലോൺ ചെയ്ത് കൊടുക്കാം. കസ്റ്റമർക്ക് കൊടുത്തിരുന്നു, ലോണിന്റെ ചെറിയ പ്രശ്നത്തിൽ. ഓക്കെ. ഇത് സ്കോർപിയോ 2008 യമഹോക്കാണ്. 2008 യമഹോക്ക്. 2028 വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 2,4 കൊടുക്കാം. 2,4 കൊടുക്കാം. എത്ര ഓട്ടം വന്നിട്ടുണ്ട്? ഓട്ടം നോക്കന്നെ വേണം. 1,20 കാണിക്കണത്. കണ്ടീഷന് പക്ക വർക്കിംഗ് ആണ്. കേക്ക് തുറക്കാണ്ട് ഇന്നലെ ഒന്നാണ്. ഓക്കെ. അതേപോലെ തന്നെ ഡിസൈർ ഏതാ? 2013 ഓട്ടോമാറ്റിക്. 2013 ഓട്ടോമാറ്റിക് ഡിസൈർ ആണ് വരുന്നത്. പെട്രോൾ ആണ്. ഓണർഷിപ്പ് 2. കിലോമീറ്റർ 68. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4,10 വരും. 4,10 കൊടുക്കാം. 2013 വീഡിയോ. ഓക്കെ. ഈ ഒരു ഡിസൈറോ? അത് 13 വീഡിയോ. 2013 ഡീസൽ. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1,2 ഓടിയുണ്ട്. റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഷോറൂമിൽ നിന്ന് മാറിയതാണ്. വേറെ പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് 3,65 3,65,000. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ജാസ് 2016. 2015 VX കേട്ടോ. 2015 VX ജാസ് പെട്രോൾ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. 50,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് പറഞ്ഞ എത്ര? 4,45 കൊടുക്കും. 4,45. എത്ര ലോൺ കയറും? 4,15 വരെ ലോൺ ചെയ്യും. 4,15 വരെ. അതൊരു ചെറിയൊരു പൈസ. 10,000 വണ്ടി സുഖമായിട്ട് ഇവിടെ നടക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഐറ്റം ഏതാ മോഡൽ? അത് 2013 സ്പോർട്സ് ആണ്. 2013 സ്പോർട്സ്. ഓണർഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,5 ഓടിയുണ്ട്. 1,5 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്താണോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് നമുക്ക് 2,65 കൊടുക്കാം. 2,65 നെറ്റ് പ്രൈസ്. 2,65 നെറ്റ് പ്രൈസ് ആയിരിക്കും. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ? ഇത് 2020 ഡിസയർ ആണ്. VXI. ഓണർഷിപ്പ് സിംഗിൾ. 60,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ്. റീപ്ലേസ്മെന്റ് ബോണറ്റ് ഉണ്ട്. ഇൻഷുറൻസ് 9 നിലവിലുള്ള വണ്ടിയാണ്. എല്ലാ വൃത്തിയിലും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 5,45 കൊടുക്കാം. 5,45. 2020 ഡിസയർ 5,45 കൊടുക്കാം അല്ലേ? 6,5 വരെ ഫൈനാൻസും കയറും ആവശ്യക്കാർ. ഓക്കെ. ഈ ഒരു സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? അത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ. 2014-2015 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,15. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനാൻസ് എത്ര? 3,90 കൊടുക്കാം. 3,90 കൊടുക്കാം. 2014-15 എത്ര ലോൺ കയറും? ഒരു 3,60 3,70 ഒക്കെ കയറും. 3,60 3,70 വരെ കയറും. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഇത് 2015 ഹോണ്ടാസ് അമേസ്. ഏതാ? ഡീസലാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,60 ഓടി. 1,60. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനാൻസ് 3,20 കൊടുക്കും. 3,20,000 ഫുൾ ലോൺ ചെയ്തോളൂ. ഓക്കെ. ഞാൻ അതേപോലെ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സെലാരിയോ ഓട്ടോമാറ്റിക് 2014 സിംഗിൾ ഓണർ. 2014 സെലാരിയോ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ. ഓണർഷിപ്പ്. കിലോമീറ്റർ 1 ഓടി സർവീസ്. ഒന്നും സർവീസ് ഇല്ല. ലാസ്റ്റ് ഫൈനാൻസ് എത്ര? ഇത് നമുക്ക് 3,45 കൊടുക്കാം. 3,40,000. എത്ര ലോൺ കയറും? ഒരു 3 റുപ്യ ലോൺ ചെയ്തു. 3 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന ബീറ്റ് ഏതാ മോഡൽ? ബീറ്റ് 2012 പെട്രോൾ ആണ്. 2012 പെട്രോൾ. റെഡ് കിടി. നല്ല അത്യാവശ്യം വർക്കൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? അലവില് അഡീഷണൽ ആൻഡ്രോയിഡ് സെറ്റും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 83,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് 1,20 കൊടുക്കാം. 1,20 2012 റെഡ് പെട്രോൾ 1,20 കൊടുക്കാം. ഡീസൽ ആകുമ്പോൾ ഒന്നുകൂടി ടെൻഷൻ അടിക്കണം. ഡീസൽ ആകുമ്പോൾ 80 രൂപ കിട്ടും. അപ്പോൾ പിന്നെ പെട്രോൾ ആകുമ്പോൾ ടെൻഷൻ അടിക്കണ്ടല്ലോ. ഈ കിട്ടുക 16 മോഡൽ. 2016. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,19 ഓടി. 1,19. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2,10 കൊടുക്കാം. 2,10 കൊടുക്കാം. ഓക്കെ. ഈ ഒരു വാഗനറോ? അത് 2010 LX. 2010 LX. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 87. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1,65 കൊടുക്കാം. 1,65. 2010 85,000 കിലോമീറ്റർ. 8 മാസം പേപ്പർ.
ഓക്കെ. ഈ നാനോ നാനോ XT ആണ് 2016 മോഡൽ 17 റേസർ ഓട്ടോമാറ്റിക്. അതെ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് 2 കിലോമീറ്ററോ 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1,65 കൊടുക്കാം. 1,65,000. എത്ര ലോൺ കയറും? ലോൺ കയറാൻ പ്രയാസമാണ്. ഇത് കയറൂല. ലൊക്കാലിറ്റിയിലൊക്കെ സെർട്ട് ലോണൊക്കെ അഡീഷണൽ കയറുള്ളൂ. ഓക്കെ ഓക്കെ. ഈ ഒരു ഇയോൺ ഏതാ മോഡൽ വരുന്നത്? 2016. ഓണർഷിപ്പ് 3 ആണ്. ഡിലൈറ്റ് പ്ലസ് ആണ്. അഡീഷണൽ പവർ വിൻഡോ ചെയ്ത വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 82,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? 2 രൂപയുടെ ചില ആള് വരുമ്പോൾ മാറ്റി പറ്റി കൊടുക്കാം. ഓക്കെ. ഈ ഒരു വാഗ്നറോ? അത് 2010 മോഡൽ 11 റേസർ VXI ആണ്. 2010 2014 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 90. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഇല്ല. ഫ്രണ്ട് ഗ്ലാസ് ഒരു ക്രാക്ക് ഉണ്ടല്ലേ? ലാസ്റ്റ് ഫൈനൽ എത്ര? 1,95. 10-11 മോഡലല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ഒരു സെലാരിയോ? അത് സെലാരിയോ 2018 VXI. 2012 VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 90. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് ഷോറൂം സർവീസിലാണ്. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ഫൈനൽ ഇപ്പൊ വന്നിട്ടുള്ളൂ. ലാസ്റ്റ് ഫൈനൽ പറഞ്ഞോളൂ. 4,40 കൊടുക്കാം. 4,40 2012 VXI ഓട്ടോമാറ്റിക് ആന്റി ഗിയർ ബോക്സ് വരുന്ന വണ്ടി. ഓക്കെ. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ എക്സ്പ്രസോ? അത് 2022 VXI പ്ലസ് ആണ്. 2022 VXI പ്ലസ്. വെറും 30,000 കിലോമീറ്റർ കറക്റ്റ് സർവീസിലെ വണ്ടി. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 4,5 കൊടുക്കാം. നമുക്ക് 4,5 കൊടുക്കാം അല്ലേ? ഏകദേശം 4,5 ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അസൻ കൈ കിട്ടിയതാ മോഡൽ 2017 1 ലിറ്റർ ആണ്. 2017 1 ലിറ്റർ സിംഗിൾ ഓണർ. കിലോമീറ്ററോ? RXT ഓപ്ഷണൽ. കിലോമീറ്റർ 66,000 കിലോമീറ്റർ ഓടിയുണ്ട്. കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 2,65. 2,65 കൊടുക്കാം. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കിട്ടിയ 2016 1 ലിറ്റർ. 2016 1 ലിറ്റർ അഡീഷണൽ ലെവൽ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. RXT ഓപ്ഷണൽ. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 60. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 2,55. 2,55,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ഒരു വാഗണർ ഏതാ മോഡൽ? അത് കൊടുത്തതാണ്. ഈ റിഡ്സോ? അത് 2014 മോഡൽ. 2014 ഡീസൽ ആണ് പെട്രോൾ? ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി സർവീസ്. കിലോമീറ്റർ 83,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് 3,80. 3,80,000. 2014 പെട്രോൾ 3,80,000. എത്ര ലോൺ കയറും? അതൊരു 3,4 ലോൺ ചെയ്തു. 3,4 ലോൺ ചെയ്തു. ഓക്കെ. ഈ ഡെസർ ഏതാ മോഡൽ? 1685. 2016 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,5. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് 4,85 കൊടുക്കാം. 4,85,000 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഈ ഡെസർ ഏതാ മോഡൽ? അത് 2017 ഓട്ടോമാറ്റിക് 110. 2017 ഓട്ടോമാറ്റിക് 110. RXZ. കിലോമീറ്റർ 1,4 ഓടിയുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 6,5 ലോൺ ചെയ്തു. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ഡെസറോ? അത് 15-16 110. 2015 2016 110. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. കിലോമീറ്റർ 1,40 ഓടി. 1,40. റീപ്ലേസ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ഇല്ല. ലാസ്റ്റ് ഫൈനൽ 4,15 കൊടുക്കാം. 4,15,000. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നും ഇല്ല പറഞ്ഞത്. ഒന്നും റീപ്ലേസ്. ഓക്കെ. ഈ സ്കോർപിയോ? 2011 എംഹോക്ക്. 2011 എംഹോക്ക്. ഓണർഷിപ്പ് 2. കിലോമീറ്റർ 1,20 ഓടി. 1,20. റീപ്ലേസ്മെന്റ് ഒന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 3,10 കൊടുക്കാം. 3,10 നോക്കിയാണെങ്കിൽ നമ്പർ 313 അല്ലേ? നല്ല ഫാൻസി നമ്പർ. സുഗതാക്കൾ നമ്പർ. ഓക്കെ. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ്? ബലേറോ? ഇത് 2012 SLX സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 1 പുറത്ത് ഓടിയുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എന്താ കവറൊക്കെ കഴിക്കാത്തത്? സീറ്റ് പഠിച്ചു കൊടുത്താൽ പുതിയ അടിച്ചോണ്ടല്ലേ? പ്രൈസ് ഏതായിരുന്നത്? പ്രൈസ് നമുക്ക് 3,35 കൊടുക്കും. 2012 സിംഗിൾ ഓണർ വണ്ടി. 2012 റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഈ ഒരു ബലേറോ? ഇത് വേറെ 3 റുപ്യ ആവശ്യക്കാർക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 റുപ്യ വരെ, അതായത് 35,000 വണ്ടി കൊടുക്കാം. ഓക്കെ. ഇതോ? അത് 2006 26 വരെ പേപ്പർ അല്ലേ? 26 വരെ പേപ്പർ. ഓക്കെ. പ്രൈസ് ഏതായിരുന്നത്? പുതിയ ഇൻഷുറൻസ് അടച്ചിട്ട് നമുക്ക് 2,05 കൊടുക്കാം. 2,05,000 കൊടുക്കാം. 2026 വരെ ഇൻഷുറൻസ് അടച്ച് പുതിയ ബാറ്ററി വെച്ചു 2,05,000 കൊടുക്കാം. ഓക്കെ. ഇന്നോവന്റെ ഒരു ചാക. ഈ ഇന്നോവ ഏതാ മോഡൽ? 2006 26 വരെ പേപ്പർ. G4. അതെ. റിയൽ വരുന്നത്? ഓണർഷിപ്പ് ഞാൻ നോക്കിയില്ല. 3-4 കിലോമീറ്റർ 3,10 ഓടി. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ്. ഓക്കെ. പ്രൈസ് വരുന്നത് നമുക്ക് 3,20 കൊടുക്കാം. 3,20,000 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇന്നോവ 2008 V ഒറിജിനൽ കേരള വണ്ടി. 2008 ഒറിജിനൽ കേരള വണ്ടി. V ആണ് വരുന്നത്. 28 വരെ പേപ്പർ ഉണ്ട്. G4 8 സീറ്റ് ആണ് വരുന്നത്. 8 സീറ്റ്.
പ്രൈസ് എടുത്തത് പ്രൈസ് നമുക്ക് 390 കൊടുക്കാം. 2008 ഒറിജിനൽ കേരള വണ്ടി ബി ആട്ടോ. 2008 കേരള 390. അതെ 28 വരെ പേപ്പറും ഉണ്ട്. ശ്രീരാമ ഫിനാൻസ് 260 ഒക്കെ ചെയ്തു കൊടുക്കും. ഓക്കെ. ഈ ഒരു ഇനോവ നമ്മൾ 2011 G4 ആണ് ഒറിജിനൽ കേരള വണ്ടി. 2011 G4 ഒറിജിനൽ കേരള വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് 235 ഓട്ടം. 235 ഓട്ടം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ഒന്നുമില്ല, ഒരു ക്വാർട്ടർ ക്ലാസ് ആയിട്ട് മാറി. ഓക്കെ. പ്രൈസ് എടുത്തത് പ്രൈസ് നമുക്ക് 630 കൊടുക്കാം. 630. റിയൽ വരുന്നത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല. അഡീഷണൽ അലേവിൽ ABS ഒക്കെ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. ലാസ്റ്റ് 620 കൊടുക്കാം. 620 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇനോവ അത് 2012 ഇന്റർകൂളർ G4. 2012 ഇന്റർകൂളർ G4. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ ആണ്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ്. ഇൻഷുറൻസ് പുതിയത് അടച്ചു കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഫുൾ കവർ അടച്ചു കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ അല്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ലാസ്റ്റ് 6.25 കൊടുക്കാം. 6.25. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഇനോവ 2015 ഇന്റർകൂളർ. 2015 ഇന്റർകൂളർ. റിയാണോ കേരള ആണോ? റിയാണ്. ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.36. റീപ്ലേസ്മെന്റ് ഡിക്കി ഗ്ലാസ് റീപ്ലേസ്മെന്റ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 7.25 കൊടുക്കാം. 7 വരെ ഫിനാൻസ്. വെറും 26,000 ഇറക്കാം. വെറും 26,000 വരെ 7.25 വരെ ലോൺ കിട്ടും. ഓക്കെ. 7.25 കൊടുക്കാം. 7.25 ചിലപ്പോൾ ഏരിയും കിട്ടും ലോണ്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് 2017 കേരള വണ്ടി സെറ്റ്. 2017 കേരള സെഡ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.80 ഓടി. കറക്റ്റ് ഷോറൂം സർവീസ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി അത് നമുക്ക് 20,000 റുപ്യ കൊടുക്കാം. 20,000 അല്ലേ? ഒരു 18 വരെ ഫൈനാൻസ് ചെയ്യും. 18 വരെ ഫൈനാൻസ് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇനോവ നമ്മൾ 2005 മോഡലാണ്. 2005 മോഡൽ. 25 വരെ പേപ്പർ. 25 വരെ പേപ്പർ. കേരള അറിയോ? ഇത് റീവണ്ടിയാണ്. പുതിയ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം. 90 കൊടുക്കാം. എപ്പോഴാണ് പേപ്പർ എടുക്കേണ്ടത്? 9-ാം മാസം. ഈ കൊല്ലം 9-ാം മാസം അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? 290 കൊടുക്കാം അല്ലേ? അപ്പൊ അസംക നമ്മൾ എന്തായാലും ഒരുപാട് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് സ്പോട്ട് കാക്കഞ്ചേരി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി. ലാൻഡ്മാർക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. വരുന്ന ആൾക്കാർക്ക് ലൊക്കേഷൻ വിട്ട് കൊടുക്കാം. കാറ്റലോഗ് അയച്ചു. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പർ അസംഖാന്റെ നമ്പറൊക്കെ അടിയിൽ കൊടുക്കുക. കറക്റ്റ് നമ്മളെ സ്പോട്ട് ഇടുന്നത് കോഴിക്കോടിനും മലപ്പുറത്തിന്റെയും ബോർഡറിലായിട്ട് നമ്മളെ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അല്ലാമീൻ യൂസർകാർ കാണാം. അപ്പോൾ എന്തായാലും അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോട് മിസ്സാക്കാൻ നിൽക്കണ്ട. മാക്സിമം ബഡ്ജറ്റുകാരോട് ഒരു ചാകര തന്നെയാണ്.